2 ദിവസമായിട്ട് ലൂ കോമയിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ലൂ കണ്ണു തുറക്കുകയാണ്. ഞാൻ വലിയൊരു സ്വപ്നത്തിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സ്വപ്നത്തിൽ എല്ലായിടത്തും നിന്നെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ എനിക്ക് നിന്നെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരുപാട് പ്രകാശമൊക്കെ കണ്ട സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് നിന്നെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂ ഇരിക്കുമ്പോഴത്തേക്കും, നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നതായിരിക്കും. നീ ഇനി ഒരിക്കലും കണ്ണ് തുറക്കുകയില്ല എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും എന്നെ പേടിപ്പിക്കുന്ന രീതിക്ക് ഇതുപോലെ ഒന്നും തന്നെ നീ പറയുവാനായിട്ട് പാടില്ല. നീയും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്നൊക്കെ ഷെന്നും അവനെ അറിയിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ, ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടെത്തിയില്ലേ, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കുകയില്ല എന്നൊക്കെ അവനും അവൾക്ക് വാക്ക് നൽകുന്നു. 2 നേഴ്സുമാര് ലൂവിനെ നോക്കുവാനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരും പ്രോഗ്രാമൊക്കെ കാണുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അവരും സംസാരിക്കുന്നു. ഷെന്നും ലൂവും പിരിഞ്ഞതിന് ശേഷമാണ് ഷോയിൽ പങ്കെടുത്തതെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അവർ ഒന്നിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയുവാനുള്ള ആകാംക്ഷയിലായിരുന്നു അവരും ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അവർ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോഴത്തേക്കും ഷെന്നും ലൂവും ഒന്നിച്ചിരിക്കുന്ന കാഴ്ചയൊക്കെയായിരുന്നു അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കുന്നതൊക്കെ ആയിരിക്കുമോ ഫിനാലയിൽ ഉണ്ടാവുക എന്ന് പോലും അവരും സംശയിക്കുന്നു. പക്ഷേ സ്പോയിലേഴ്സ് ഒന്നും തന്നെ കൊടുക്കാനായിട്ട് പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനും അമ്മയും സ്ഥലത്തില്ല. അതുകൊണ്ടാണ് ഷെനും എനിക്ക് കൂട്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒക്കെ ആണല്ലോ. കൂടാതെ അവളും ഞാനും നല്ല ഫ്രണ്ട്സ് ഒക്കെയാണ്. അതല്ലാതെ ഞങ്ങൾക്കിടയിൽ മറ്റൊന്നും തന്നെ ഇല്ല എന്നൊക്കെ ലൂവും നേഴ്സുമാരുടെ അടുത്തൊരു കള്ളമൊക്കെ പറയുന്നു. അങ്ങനെ നേഴ്സുമാരും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും, ഒന്നുമില്ലെങ്കിലും ഞാനും ഈ ഷോയുടെ ഒരു ഇൻവെസ്റ്റർ അല്ലേ. അങ്ങനെയിരിക്കെ ഷോയിലെ കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമാക്കി വെക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നൊക്കെ ആയിരുന്നു അവനും അറിയിക്കുന്നത്. ചെങ്ങ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും സോവും അവന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായിട്ടൊക്കെ പറയുന്നു. ശരിക്കും ഇത്രയും കാലമായിട്ടും അവൾ ഇതുപോലെ ഒന്നും തന്നെ അവന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനും ഇപ്പോൾ നടക്കുന്നത് സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാനായിട്ട് സാധിക്കാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇത്രയും നാളും ഞാൻ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് മാറുവാനായിട്ടൊക്കെ ഞാനും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ഞാൻ നല്ലൊരു വൈഫായിട്ട് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ ദേഷ്യം എല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നൊക്കെ സോ പറയുമ്പോഴത്തേക്കും, നിനക്ക് വല്ല പണത്തിന്റെ ആവശ്യമുണ്ടോ, അതുകൊണ്ടാണോ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും, എനിക്ക് നിന്റെ പണം ഒന്നും തന്നെ ആവശ്യമില്ല. അതിനുവേണ്ടി അല്ല ഞാനിങ്ങനെ പെരുമാറുന്നത്. മറിച്ച് നമുക്ക് നല്ലൊരു ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ അവളും പറയുന്നു. പിന്നീടും സംശയമൊക്കെ മാറാത്ത അവനും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ഒക്കെ നിലത്തേക്കൊക്കെ തട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും, അവളും ഒട്ടും തന്നെ ദേഷ്യപ്പെടാതെ പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലാസ് എല്ലാം തന്നെ അവിടെ നിന്നും തൂത്തുമാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവളും അവന് കുടിക്കുവാനായിട്ട് പാലൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും, അത് കുടിച്ചു പോയിട്ട് തൊട്ടുപോലും നോക്കാത്ത അവനും അതിന് ചൂടാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ അവള് ആ ഒരു പാലൊക്കെ മാറ്റിയിട്ട് അവന് തണുത്ത പാല് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് ഒരുപാട് തണുപ്പാണെന്ന് പറഞ്ഞിട്ട് അവനും തൊടുക പോലും ചെയ്യുന്നില്ല. പിന്നീട് അവൾ ചൂടും തണുപ്പും ഒരുപോലെയുള്ള ഒരു പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും, എനിക്ക് പാലൊന്നും വേണ്ട, എനിക്ക് കോളം മതിയെന്ന് പറഞ്ഞ് അവനും ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് അവന് കുടിക്കുവാനായിട്ട് കുറച്ച് ചൂടുള്ളതും കുറച്ച് തണുത്തതും പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള രീതിക്കുമുള്ള 3 കോളാസൊക്കെ അവളും നൽകുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും എനിക്ക് മധുരമില്ലാത്ത കോളയാണ് വേണ്ടതെന്നൊക്കെ അവളുടെ അടുത്തും പറയുകയാണ്. അതും കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്ന അവളും ആകെ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ ദേഷ്യപ്പെട്ടു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവൾക്കും വിഷമമൊക്കെ തോന്നുന്നത്. ഞാൻ ശരിക്കും നിന്റെ അടുത്ത് ഇനി മുതൽ ദേഷ്യപ്പെടുകയില്ല എന്നൊക്കെ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് രാവിലെ നിനക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നതും ഇതുവരെ നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും. എനിക്ക് നിന്റെ ഒപ്പം നല്ലൊരു ലൈഫൊക്കെ നയിക്കുവാനായിട്ടാണ് ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഇനി ഞാൻ ഒരിക്കലും നിന്റെ അടുത്ത് ദേഷ്യപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കുകയില്ല. ഞാനും എന്റെ ദേഷ്യത്തെ പരമാവധി കൺട്രോൾ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ കരയുമ്പോഴത്തേക്കും അവനും അവളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ലൂവിനെ ഡോക്ടറും ഡിസ്ചാർജ് ചെയ്യുകയാണ്. എങ്കിൽ പോലും അവന്റെ ആരോഗ്യമൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ ഷെനിന്റെ അടുത്ത് പ്രത്യേകമായിട്ട് ഡോക്ടർ പറയുന്നുമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ലൂ പോക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്തായിരുന്നു അച്ഛനും അമ്മയും കൂടി തിരിച്ച് അവനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഷെന്നും അവരെ അറിയിക്കുന്നൊക്കെയുണ്ട്. ഈ ഒരു സമയത്ത് ഷെന്നിനെ കണ്ടിട്ടുണ്ടായിരുന്ന അമ്മയും ഷെൻ ലൂവിനെ നോക്കി നോക്കി അവളുടെ ആരോഗ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലൂവിനെ കൂട്ടാതെ മറിച്ച് ഷെന്നിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുവാനായിട്ട് നോക്കുന്നു. മാത്രല്ല അച്ഛന്റെ അടുത്താണ് ലൂവിനെ നോക്കുവാനായിട്ട് പോലും അമ്മ പറയുന്നതും. ഇപ്പോൾ അവരും വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഷെന്നിനെ തിരിച്ചു കൊണ്ടുവിടാമെന്നൊക്കെ അമ്മ പറയുന്ന സമയത്ത്, അതൊന്നും സാരയില്ല, ലൂ ഇവിടെയല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവനെ നോക്കുവാനായിട്ട് ഞാനും ഇവിടെ തന്നെ താമസിക്കാം, എനിക്കും അതൊരു പ്രശ്നവുമല്ല എന്നൊക്കെ ഷെനും അറിയിക്കുന്നു. എങ്കിൽ പോലും നീ തിരിച്ചു പോയിക്കോ, ഇവനെ ഞാൻ നോക്കിക്കോളാം, ഇവൻ എന്റെ മകനല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അച്ഛനും ഇരുന്നിട്ടുണ്ടായിരുന്നത്.
എന്തായാലും ഷെനിലും കൂടി ഒന്നിച്ച് നിന്നോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന അമ്മയും നമുക്ക് തിരിച്ചു മടങ്ങി പോകാമെന്നൊക്കെ അച്ഛന്റെ അടുത്തും പറയുന്നുണ്ട്. എങ്കിൽ പോലും അച്ഛന് എന്താണ് സംഭവം എന്ന് പോലും മനസ്സിലാക്കാതെ ലൂവിനെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അമ്മയ്ക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് തന്നെ അച്ഛനൊരു കാര്യം ചെയ്യുക, അച്ഛൻ അമ്മേനെ നോക്ക്, ഞാൻ ലൂവിനെ നോക്കിക്കോളാം എന്നൊക്കെ ഷെന്നും ഇപ്പോൾ അച്ഛനെ പറ്റിക്കുവാനായിട്ടൊക്കെ പറയുകയാണ്. അത് കേട്ടിട്ടുണ്ടായിരുന്ന അമ്മയ്ക്കും സംഭവമൊക്കെ മനസ്സിലായിട്ട് തലയൊക്കെ കറങ്ങുന്നത് പോലെ അമ്മയും അഭിനയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒന്നിച്ച് വീടിന് വെളിയിലേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് എനിക്ക് ശരിക്കും ഒരു അസുഖവുമില്ല. പിന്നെ നമ്മുടെ മക്കളല്ലേ അത്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചൊക്കെ നിൽക്കട്ടെ. അതല്ലേ കൂടുതൽ നല്ലത്. നമുക്കും കറങ്ങാനായിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ലൂവിന് ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഷെന്നും അവനെ ഷേവ് ചെയ്യുവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് നീ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെയൊക്കെ കിടന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മൾ ലൈഫിലെ ഓരോ ചെറിയ കാര്യങ്ങളും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിനി ഒന്നിച്ച് ചെയ്യാമെന്നൊക്കെയാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായിട്ട് ഇന്റർവ്യൂ സെക്ഷനൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആക്സിഡന്റിന്റെ സമയത്ത് നിനക്ക് എന്തായിരുന്നോ തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു ചോദ്യമൊക്കെ ലുവിന്റെ അടുത്തായിട്ട് ടീം ചോദിക്കുമ്പോഴത്തേക്കും ഞാനും ഷെനും കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന ഒരുപാട് ഓർമ്മകൾ എന്റെ കൺമുമ്പിൽ കൂടെ പോയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരിക്കലും ആ ഒരു ആക്സിഡന്റിൽ എനിക്കൊന്നും സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പോലും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയായിരുന്നെങ്കിൽ ഷെന്നിനെ എനിക്ക് തനിച്ചാക്കേണ്ടി വരുമായിരുന്നല്ലോ എന്ന് കുറ്റബോധമായിരുന്നു എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ലൂവും പറയുന്നു. ഇനി ആക്സിഡന്റ് സംഭവിച്ചതിനെ കുറിച്ചും ലു ഹോസ്പിറ്റലിൽ ആയതിനെ കുറിച്ചും എല്ലാം തന്നെ ഷെന്നിന്റെ അടുത്തൊക്കെ ടീം ചോദിക്കുമ്പോഴത്തേക്കും അവൻ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് അവൻ ഹോസ്പിറ്റലിൽ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമായിരുന്നു എനിക്ക് അവനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്നൊക്കെ ഞാനും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. മാത്രമല്ല അവൻ അങ്ങനെ സർജറിക്ക് വേണ്ടിയൊക്കെ കിടന്ന സമയത്ത് ഞാൻ അവന്റെ ഫാമിലി മെമ്പർ അല്ലാത്തത് കൊണ്ട് മാത്രമായിരുന്നു എനിക്കും ഫോമിൽ ഒന്നും തന്നെ സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നൊക്കെ അവളും തുറന്നു പറയുകയാണ്. അങ്ങനെ ആ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും 2018 ഒരു സീനാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ഷെന്നിന്റെ ഒരു മുടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ലൂവും ആ ഒരു മുടിയുടെ കൂടെ അവന്റെയും കൂടി മുടിയൊക്കെ ചേർത്ത് വെക്കുകയാണ്. അതൊക്കെ കണ്ട് ഷെൻ എണീറ്റതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ അവളും അവന്റെ അടുത്തായിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രണ്ടാൾക്കാരുടെ മുടിയൊക്കെ ഒന്നിച്ചു വയ്ക്കുകയാണെങ്കിൽ അവർക്കും ഒന്നിച്ച് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രകാരം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അവനും പറയുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ട് ആയതിനു ശേഷം 2024 കാണിക്കുന്നു. ഗോ ബാക്ക് ലവറിന്റെ എപ്പിസോഡ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതൊക്കെ കാണുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ഷോ ആയിട്ടൊക്കെ അതും ഇപ്പോൾ മാറിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നമുക്കും ഒരു ഇൻവെസ്റ്ററിനെ കൂടി ആവശ്യമുണ്ട് എന്നൊക്കെ ബോസ് പറയുകയും ഒരാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ബോസ് ഷെന്നിനെ ഏൽപ്പിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷെന്നിനും ഒരു ഐഡിയ ഒക്കെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ഇൻവെസ്റ്റർ ഏത് ബിൽഡിങ്ങിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ബിൽഡിങ്ങിൽ ഇവരുടെ ഷോയുടെ പരസ്യമൊക്കെ കൊടുക്കുന്നു. സോ ഇൻവെസ്റ്ററും ഓഫീസിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് പല പല ഭാഗങ്ങളിലായിട്ട് ഗോബാക്ക് ലവറിന്റെ പരസ്യമൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു ഷോയൊക്കെ വളരെയധികം ഫേമസ് ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അയാളും ഈ ഒരു ഷോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബോസും അയാൾ 3 മില്യൺ ഒക്കെ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷെന്നിനെയും കോൾ ചെയ്ത് അറിയിക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.